ദുരന്തത്തിന്റെ കറുത്ത നിഴൽ വീണ അങ്കമാലിയിലെ കറുകുറ്റി ഗ്രാമം ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മുക്തിയായിട്ടില്ല. കേരള മനസാക്ഷിയെ തന്നെ പിടിച്ചുലച്ച ആ 6 മാസം മാത്രം പ്രായമുള്ള ഡെൽന മരിയ സാറ എന്ന പിഞ്ചു കുഞ്ഞിന്റെ ദാരുണമായ കൊലപാതകത്തിൽ ഇന്ന് പോലീസ് കൂടുതൽ നിർണായക നടപടികളിലേക്ക് കടക്കുകയാണ്. കുഞ്ഞിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ സംശയത്തിന്റെ നിഴലിലായ അമ്മൂമ്മ റോസ്ലിയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളാണ് ഇന്നുണ്ടാവുക. കുടുംബ ബന്ധങ്ങളുടെയും വാത്സല്യത്തിന്റെയും എല്ലാ സങ്കല്പങ്ങളെയും തകർത്തുകൊണ്ട് ഏറ്റവും അടുത്ത ബന്ധു തന്നെ ഈ ക്രൂരകൃത്യം ചെയ്തുവെന്ന വിവരമാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ആന്റണി റൂത്ത് ദമ്പതികളുടെ ഓമന മകളാണ് കൊല്ലപ്പെട്ട ഡെൽന മരിയ സാറ. കറുകുറ്റിയിലെ അവരുടെ വീട്ടിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം അരങ്ങേറിയത്. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ നിലയിലാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവം നടന്ന സമയത്ത് വീട്ടിൽ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും അമ്മൂമ്മയുമാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞിനെ അമ്മൂമ്മ റോസ്ലിയുടെ അരികിലാണ് കിടത്തിയിരുന്നത്. കുഞ്ഞിന്റെ അമ്മ റൂത്ത് അടുക്കളയിൽ ഭക്ഷണം എടുക്കാൻ പോയ സമയത്താണ് ആ ദുരന്തം സംഭവിച്ചതെന്നാണ് പോലീസ് നിഗമനം. അടുക്കളയിൽ നിന്ന് കൂട്ട നിലവിളി കേട്ട് ഓടിയെത്തിയപ്പോഴാണ് കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് ചോര വാർന്നൊഴുകുന്ന അവസ്ഥയിൽ കണ്ടതെന്ന് പഞ്ചായത്ത് അംഗം വ്യക്തമാക്കുന്നുണ്ട്. ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തെക്കുറിച്ച് അയൽവാസിയായ മണിയുടെ പ്രതികരണം ആ രംഗത്തിന്റെ ഭീകരത വരച്ചു കാട്ടുന്നുണ്ട്. വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി കേട്ട് ഓടിയെത്തിയ മണി കണ്ടത് രക്തത്തിൽ കുളിച്ച കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിതാവിനെയാണ്. എന്തോ കടിച്ചതാണ് എന്നാണ് ആദ്യം എല്ലാവരും കരുതിയത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടെന്നും മരണം സംഭവിച്ചിരുന്നുവെന്നും തിരിച്ചറിഞ്ഞത്. പോലീസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അമ്മൂമ്മ റോസ്ലിയാണ് കൊലപാതകം നടത്തിയതെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമായ കത്തി വീടിന് പരിസരത്ത് നിന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് റോസ്ലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കങ്ങൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ പ്രേരണ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുകയാണ്. പ്രാഥമിക നിഗമനം അനുസരിച്ച് റോസ്ലിക്ക് നിലവിലുള്ള മാനസിക പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. റോസ്ലിക്ക് മുൻപും മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതായും ഏകദേശം 2-3 മാസം മുമ്പ് ഓവർഡോസ് മരുന്ന് കഴിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നുവെന്നും പഞ്ചായത്ത് അംഗം അടക്കമുള്ളവർ സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടാതെ സോഡിയം കുറയുന്നതുമായി ബന്ധപ്പെട്ട ചില ആരോഗ്യ പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്നതായി അറിയുന്നു. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക നിലയിലുള്ള ഏറ്റക്കുറച്ചിലുകളും കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിനുള്ള പ്രേരണയായി മാറിയോ എന്ന സംശയമാണ് പോലീസിനുള്ളത്. എങ്കിലും മാനസിക പ്രശ്നങ്ങൾക്ക് പുറമെ മറ്റെന്തെങ്കിലും പ്രേരണയോ മറ്റു വ്യക്തികളുടെ സ്വാധീനമോ ഈ കുറ്റകൃത്യത്തിന് പിന്നിലുണ്ടോ എന്നും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. കുഞ്ഞിന്റെ അമ്മയായ റൂത്തിന്റെ മൊഴിയടക്കം പോലീസ് വിശദമായി രേഖപ്പെടുത്തും.